8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, ജ്ഞാനത്തിന്റെ പുസ്തകം 1:11. വളരെ ചെറിയ ഒരു വാക്യത്തിൽ ദൈവം വിജയത്തിന്റെ വലിയ കൊടിക്കൂറ പറക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. മർമറിങ്. ഒരു പ്രയോജനവും ആത്മാവിനോ ശരീരത്തിനോ ജീവിതത്തിനോ നൽകാത്ത, ഒരു സന്തോഷവും നൽകാത്ത നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. അത് പെട്ടെന്ന് തിരിച്ചറിയാം. ഒരാൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായടയ്ക്കുന്നു, മാറുന്നു. ഒരു ഓഫീസർ വരുന്നു, നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു, നമ്മുടെ ആലോചനകൾ തീരുന്നു. നിഷ്പ്രയോജനമായ മുറുമുറുപ്പാണിത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നു, നമ്മൾ പെട്ടെന്ന് അത് മാറ്റി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് നേരിടുന്നു. നിഷ്പ്രയോജനമായ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്ന ഒരു മുറുമുറുപ്പാണിത്. അതുകൊണ്ടാ ജ്ഞാനം 1:11 രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ട്. രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ട്. ഇത് നിന്നെ നശിപ്പിച്ചു കളയും. അതേസമയം നിനക്ക് പറയാനുള്ളത് ഒരുമിച്ചിരുന്ന്, അഥവാ നിങ്ങൾ ഒരാളെ കുറിച്ച് പറഞ്ഞു പോയെങ്കിൽ തന്നെ അതൊരു പ്രാർത്ഥനയാക്കി മാറ്റി. ദൈവമേ, ഇന്ന ആളെ കുറിച്ച് ഞാൻ ഇപ്പോൾ വിധിച്ചു, ഈ വ്യക്തിക്ക് നന്മയായിട്ട് വരട്ടെ, എന്റെ കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ നന്മ തെളിയട്ടെ. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ തിന്മ കണ്ടുപോകുന്നു, എനിക്ക് അസ്വസ്ഥതയുണ്ട്. ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം മുറുമുറുത്തു, എന്നാൽ ആ മുറുമുറുപ്പ് പ്രകാശമാക്കി മാറ്റണം. ഞാൻ എന്റെ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഹസ്യം പറച്ചിലിന് വേണ്ടി മാത്രമാകുമ്പം നമ്മുടെ ആത്മാവ് നശിച്ചു പോകും. നിഷ്പ്രയോജനമായ മുറുമുറുപ്പ് മാറ്റി, നിങ്ങൾക്ക് മുറുമുറുപ്പുള്ളവർക്ക് വേണ്ടി, എനിക്ക് മുറുമുറുപ്പുള്ളത് ഒന്നവർക്ക് വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ രഹസ്യം പറച്ചിലുകൾ നിൽക്കും. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാ ജയവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മുറുമുറുപ്പ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, പ്രാർത്ഥന വന്ന് ചേരാത്തിടത്തോളം. ആമേൻ. മഞ്ഞുകാറ്റ് പോലെ എന്നും എന്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാം.